പ്രതീക്ഷ, ആദ്യം ഔദ്യോഗിക സ്ഥിരീകരണത്തിലേക്ക് വരാം. കരസേന അല്പസമയം മുമ്പ് അറിയിച്ചിരിക്കുന്നത് പ്രകാരം അതായത് 3:30 അറിയിച്ചിരിക്കുന്നത് പ്രകാരം 150 സൈനികരെ ഈ രക്ഷാപ്രവർത്തനത്തിന് ഇതിനോടകം തന്നെ വിന്യസിച്ചിട്ടുണ്ട് എന്നതാണ്. ഈ ഹാർഷിൽ സൈനിക ക്യാമ്പിൻ്റെ 4 കിലോമീറ്റർ അകലെയാണ് ഈ ദുരന്തമുണ്ടായിരിക്കുന്നത്. ഉടൻ തന്നെ, അതായത് 10 മിനിറ്റിനുള്ളിൽ തന്നെ 150ഓളം സൈനികരെ ഈ രക്ഷാപ്രവർത്തനത്തിന് വിന്യസിച്ചിരിക്കുന്നു എന്നാണ് കരസേന ഇപ്പോൾ ഔദ്യോഗികമായി തന്നെ അറിയിച്ചിരിക്കുന്നത്. ആദ്യ മിനിറ്റുകളിൽ തന്നെ ഏതാണ്ട് 15-20 പേരെ ആ സംഭവ സ്ഥലത്ത് നിന്ന് രക്ഷിക്കാൻ വേണ്ടി സൈനികർക്ക് കഴിഞ്ഞിട്ടുണ്ട്. തുടർന്ന് അവരെ ഹാർഷിലെ സൈനിക ക്യാമ്പിൽ കൊണ്ടുവന്ന് ഇപ്പോൾ കൃത്യമായ ഈ വൈദ്യസഹായവും മറ്റും നൽകുന്നുണ്ട് എന്നാണ് നൽകുന്ന വിവരം. ഈ അനൗദ്യോഗികമായി ലഭിക്കുന്ന വിവരം അനുസരിച്ച്, അതായത് ഔദ്യോഗികമായി ഏതാണ്ട് മരണം 6 പേര് മാത്രമാണ്, അല്ലെങ്കിൽ 6 പേർക്കാണ് ജീവൻ നഷ്ടപ്പെട്ടതെന്നാണ് ഔദ്യോഗിക കണക്കുകളിൽ പറയുന്നത്. പക്ഷേ അനൗദ്യോഗിക കണക്കുകൾ പ്രകാരം മരണസംഖ്യ അതിലും എത്രയോ അധികമായിരിക്കും, അല്ലെങ്കിൽ കൂടുതലായിരിക്കുമെന്ന റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത്. കാരണം ഒരു ഗ്രാമം മുഴുവനായി ഒലിച്ചു പോകുന്ന ഒരു സാഹചര്യമാണ് ഈ ഹാർഷിലിന് സമീപം ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. അവിടെ ഈ ദുരന്ത നിവാരണ പ്രവർത്തനങ്ങൾക്ക്, രക്ഷാപ്രവർത്തനങ്ങൾക്കായി സൈന്യത്തിന് പുറമെ NDRFിൻ്റെയും SDRFിൻ്റെയും ഈ ഭടന്മാരെയും വിന്യസിച്ചിട്ടുണ്ട്. ഇതിനു പുറമെ ഇൻഡോ ടിബറ്റൻ ബോർഡർ പോലീസും, അതായത് നമുക്കറിയാം ഇന്ത്യ ചൈന ബോർഡറിന് സമീപത്താണ്, ഏതാണ്ട് വളരെ സമീപത്തുള്ള ഒരു പ്രദേശത്താണ് ഇപ്പോൾ ഈ ദുരന്തം ഉണ്ടായിരിക്കുന്നത്. ITBPയുടെ 16 അംഗ സംഘത്തിനെയും ഇവിടെ വിന്യസിച്ചിട്ടുണ്ട് എന്നാണ് പ്രാഥമികമായി ലഭിക്കുന്ന വിവരം. ഏതായാലും രക്ഷാപ്രവർത്തനം വളരെ സജീവമായി തന്നെ നടക്കുന്നുണ്ട്. ഒരുപക്ഷെ ഡെറാഡൂണിലെ ജോളി ഗ്രാൻഡ് വിമാനത്താവളത്തിൽ നിന്ന് കൂടുതൽ പേരെ ഈ രക്ഷാപ്രവർത്തനത്തിനായി ഹാർഷിലിൽ എത്തിക്കുന്നതിനുള്ള ഒരു സാധ്യതയും ഇപ്പോൾ പരിശോധിച്ച് വരുന്നുണ്ട്. പക്ഷേ അവിടുത്തെ മോശം കാലാവസ്ഥയാണ് ഇപ്പോൾ ഈ രക്ഷാപ്രവർത്തനത്തിന് ചെറിയ തോതിലുള്ള വെല്ലുവിളികൾ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നത്. 2013 ഉത്തരാഖണ്ഡിൻ്റെ പ്രളയ സമയത്തും വലിയ തോതിലുള്ള നാശനഷ്ടമുണ്ടായ പ്രദേശമാണ് ഈ ഹാർഷിലിന് സമീപത്തുള്ള പ്രദേശം. അന്ന് ഗംഗോത്രിക്കും ഹാർഷിലിനുമൊക്കെ ഇടയിൽ വലിയ തോതിലുള്ള നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതിന് സമാനമായ തരത്തിലാണ് ഇപ്പോൾ 2025 ഉണ്ടായിരിക്കുന്ന ഈ മിന്നൽ പ്രളയത്തിൽ ഹാർഷിലിന് സമീപത്തെ ധാരാലി എന്ന ഗ്രാമത്തിൽ പൂർണ്ണമായും ഒലിച്ചു പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നത്. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇതൊരു ടൂറിസ്റ്റ് മേഖല കൂടിയാണ്. കാരണം നിരവധി ടൂറിസ്റ്റുകൾ ഈ പ്രദേശത്ത് കുടുങ്ങിക്കിടക്കുന്നു എന്ന സംശയവുമുണ്ട്. കാരണം മിക്ക ഹോട്ടലുകളിലും കാര്യമായ തോതിൽ, അതായത് ഏതാണ്ട് ഈ നല്ല തോതിലുള്ള ഒരു ഒക്യുപ്പൻസി റേറ്റ് ഉണ്ടായിരുന്ന സമയത്തായിരുന്നു ഈ അപകടം ഉണ്ടായിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ടൂറിസ്റ്റുകൾക്കും ഏതെങ്കിലും വിനോദസഞ്ചാരികൾക്കും എന്തെങ്കിലും കാര്യമായ തോതിലുള്ള ഈ നഷ്ടമുണ്ടായിട്ടുണ്ടോ, അല്ലെങ്കിൽ അവരുടെ ജീവൻ നഷ്ടപ്പെട്ടിട്ടുണ്ടോ എന്ന കാര്യങ്ങളിലുമൊക്കെ ഉത്തരാഖണ്ഡ് സർക്കാർ വളരെ വിശദമായി തന്നെ പരിശോധന നടത്തുന്നുണ്ട്. പക്ഷേ നിലവിൽ അവിടെ കരസേനയും NDRFും അതുപോലെ തന്നെ SDRFിൻ്റെയും സേനാംഗങ്ങളും പുറമെ ITBPയും ഇപ്പോൾ രക്ഷാപ്രവർത്തനത്തിൽ സജീവമായി ഈ ഇടപെട്ട് രക്ഷാപ്രവർത്തനം കാണുമ്പോൾ അങ്ങേയറ്റം ഭയപ്പെടുകയാണ്. നോക്കുക, ആളുകൾ അവർ മുകളിൽ നിന്നും ഇങ്ങനെ കുത്തിയൊലിക്കുന്ന ശബ്ദം കേട്ടും അലർച്ചയൊക്കെ കേട്ടൊക്കെ ആളുകൾ ഓടി മാറാൻ രക്ഷാമാർഗം തേടുന്നുണ്ട്. പക്ഷേ എന്താണ്, അതെല്ലാം വിഫലമാകുകയാണ്. വളരെ ഒരു നിമിഷം കൊണ്ട് അവരെയൊക്കെ തന്നെ കുത്തി ഒലിപ്പിച്ച് ആ ബിൽഡിങ്ങുകളൊക്കെ, എത്രയോ വലിയ ബിൽഡിങ്ങുകളാണ് ആ പ്രദേശത്തുള്ളതൊക്കെ അങ്ങ് തൂത്ത് തുടച്ച് മാറിപ്പോവുകയാണ്. ആ പ്രദേശത്തിൻ്റെ സ്വഭാവവും ആ രീതിയും ഒക്കെ തന്നെ മാറ്റപ്പെടുകയാണ്. എത്രയോ ബിൽഡിങ്ങുകൾ ഇല്ലാതായി പോകുന്നു. മനുഷ്യ ജീവനുകൾ, എത്രത്തോളം ആളുകൾ ഈ ദുരന്തത്തിൽ പെട്ടു എന്നതിൻ്റെ ആ ദൃശ്യമാണ്. നോക്കൂ, വളരെ പ്രധാനപ്പെട്ട ദൃശ്യമാണ് ആ കാഴ്ചകൾ.